ചെന്നൈ തിരുവാൻമിയൂരിൽ ATMിലെ ക്യാഷ് ഡിസ്പെൻസറിൽ സെല്ലോ ടാപ്പ് പൊട്ടിച്ച് മോഷണ ശ്രമം. 3 ഉത്തർപ്രദേശ് സ്വദേശികൾ പിടിയിലായി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. അത് കാണാം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, എന്താണ് സംഭവിച്ചത്? ഇവരെങ്ങനെയാണ് വലയിലായത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? എങ്ങനെ റഹീസ്? ഇന്നലെ രാത്രിയും പുലർച്ചെയുമായിട്ട് ഒരു വലിയ തട്ടിപ്പ് നടത്താൻ, വലിയ മോഷണം നടത്താനാണ് ഈ 3 അംഗ സംഘം ശ്രമിച്ചത്. അവർ UPയിൽ നിന്നുള്ളവരാണ്. ഇവരുടെ പേരുകൾ കുൽദീപ് സിംഗ്, ബ്രിജ്ബൻ, ഒപ്പം തന്നെ സുമിത് യാദവ് എന്നാണ്. ഈ 3 പേർ കഴിഞ്ഞ 3 മാസമായി ഇവർ ചെന്നൈയും സമീപ പ്രദേശങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി ഇവർ തിരുവാൻമിയൂരിലെ SBI ATMിലെത്തി. അവരുടെ പതിവ് രീതി എന്തെന്നാൽ ATMിലെത്തുക, അതൊരു പ്രത്യേക താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാഷ് ഡിസ്പെൻസറി ആ ഒരു മെഷീൻ, ആ ഒരു പ്രദേശം അത് തുറന്നുകൊണ്ട് അവിടെ സെല്ലോ ടേപ്പ് പൊട്ടിക്കുക. അപ്പോൾ അത്തരത്തിൽ ഈ കസ്റ്റമേഴ്സ് വരുന്നു, പൈസ എടുക്കുമ്പോൾ പണം ATMിൽ നിന്ന് പുറത്തേക്ക് വരും. പക്ഷേ അവർക്കത് കറക്റ്റ് കയ്യിലേക്ക് കിട്ടില്ല. അത് മെഷീനിനുള്ളിൽ തന്നെ കുടുങ്ങി അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമോ. അങ്ങനെയാണ് ഇവർ പിന്നീട് ഒരു കസ്റ്റമേഴ്സിനെ പോലെ ബാങ്കിലേക്ക് കയറുകയും വീണ്ടും ഇത് തുറന്ന് പണം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ATM കുത്തി തുറന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയല്ല, മറിച്ച് ഈ ഡിസ്പെൻസറിയിൽ ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു സെല്ലോ ടേപ്പ് മറ്റും ഒട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് പണം എടുക്കുകയാണ്. അങ്ങനെ ഇന്നലെ രാത്രി പല കസ്റ്റമേഴ്സും ഈ ATMിൽ വരുന്നു, അവർക്ക് പണം എടുക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിന് പിന്നിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ 3 പേരിലേക്ക് എത്തിയത്. അങ്ങനെ ഇവർ കഴിഞ്ഞ 3 മാസമായി നിരവധി ATMകളിൽ കവർച്ച നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. TK. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇവരെ, ഈ UP സ്വദേശികളായ മോഷ്ടാക്കളെ പിടികൂടാൻ സഹായകമായത്.